ഇതെൻ്റെ ഒരു പ്ലാനർ പോലത്തെ ഒരു ബുക്കാണ്. ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളുമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഗോൾഡ് വാങ്ങണം, അത് ഇത് ഡയമണ്ട് വാങ്ങണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇന്ന് എഴുതിയ ഒരു 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 ഇതാണ്, എന്തോന്ന്, ഒരു പ്ലാനിങ് പോലെയാണ്. 24 hours ഉണ്ടെങ്കിൽ അത് ഒരു 9 to 10 hours ഉറങ്ങണം. 9 hours കൊടുത്തിട്ടുള്ളൂ, എന്നാലും ഒരു 10 hours ഞാൻ ഉറങ്ങും. പിന്നെ ഒരു 1 hour കുളിക്കാനും ഫ്രഷ് ആവാനും ഒക്കെ. ഒരു 2 hour ടാരോ റീഡിങ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെനിക്ക് പഠിക്കണം. ഒരു 4 മണിക്കൂർ അടുക്കള ജോലി, ക്ലീനിങ് കാര്യങ്ങളൊക്കെ എവറി ഡേ വരും. ഒരു ദിവസം, അതായത് 3 ദിവസത്തിൽ ഒരു ദിവസം എനിക്ക് ഫ്രീ കിട്ടും, ജോലി ചെയ്യേണ്ട, ചേച്ചി ചെയ്യണ ദിവസം. പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ജോലി കാണും, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിന് ഒരു 3 hours ടാരോ റീഡിങ്, വാച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമ വാച്ചിങ്, അങ്ങനെ എല്ലാം കൂടെ ഒരു 3 hours. പിന്നെ അപ്പോഴത്തേക്ക് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് 3 hours ഇത് 3, അപ്പോൾ 19 മണിക്കൂറായി. പിന്നെ ഒരു 3 hours എവറി ഡേ തൽക്കാലത്തേക്ക് PSC സ്റ്റഡിക്ക് അത്രേ കൊടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് 22 മണിക്കൂറായി. ബാക്കി 2 മണിക്കൂർ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാലൻസ് ഉള്ളതാണ് 2 മണിക്കൂർ. അത് ചെടി നടുകയോ, എനിക്ക് ക്ഷേത്രത്തിൽ പോവുകയോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുകയോ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങുകയോ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 22, നിങ്ങളും ഇപ്പോൾ നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അടുക്കള ജോലി ചെയ്യണവർക്കറിയാം, ഒരു അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആ ദിവസം ഫുള്ള് അടുക്കളയിൽ തന്നെ പോവും. ഒരു ദിവസം എന്നല്ല, മിക്ക ദിവസവും. അത് കുറച്ചൊന്ന് പ്ലാൻ ചെയ്തും കുറച്ച് ഫാസ്റ്റായിട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും. പിന്നെ ആ സമയത്ത് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബോറടിയൊക്കെ മാറും. അതായത് നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് മാറും. അടുക്കള ജോലി, ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് പാട്ടൊക്കെ കേട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പ്ലാൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇടുന്നേ ഉള്ളൂ, വീഡിയോ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഞാനിപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കണോണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റിയത്. ഇതിലെനിക്ക് ടാരോ റീഡിങ് പഠിക്കാനും ടാരോ റീഡിങ് എനിക്ക് കാണാനും എൻ്റേതായ രീതിയിൽ എനിക്ക് സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അടുക്കള ജോലി ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്, എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയേനെ. കാരണം എനിക്കതിനോട് വലിയ താല്പര്യമില്ല, വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ താല്പര്യവും ഇല്ല. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയേനെ. പക്ഷേ ക്ലീനിങ്ങും അടുക്കള ജോലിയും ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ PSC പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റേതായ രീതിയിൽ തൽക്കാലത്തേക്ക് ഒരു 3 hours സ്റ്റഡി മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാത്തിനും ഞാൻ കൊടുക്കണമല്ലോ സമയം, അതുകൊണ്ടാണ്. ബാക്കി ഇനി പതിയെ വേണമെങ്കിൽ PSCയിലേക്ക് കയറുമ്പോൾ കുറച്ച് കൂട്ടാം, ടൈമൊക്കെ കൂട്ടാം.